നമസ്കാരം. ഇന്ന് ചിങ്ങം 1 കർഷക ദിനം. വിലയിടിവിനോടും കാലാവസ്ഥയോടും പ്രാകൃത കർഷക വിരുദ്ധ നിയമങ്ങളോടും വന്യജീവികളോടും വനംവകുപ്പിനോടും സർക്കാരുകളോടും പൊരുതി തോറ്റിട്ടും നമ്മുടെ തീന്മേശയിൽ അന്നമെത്തിക്കുന്ന കർഷകരുടെ ദിനമാണിന്ന്. നെല്ല്, റബ്ബർ, കാപ്പി, കുരുമുളക്, ഏലം, പച്ചക്കറി, കന്നുകാലി വളർത്തൽ ഒന്നിനുമില്ല അവർക്ക് സാമ്പത്തിക ഉറപ്പ്. കുരുമുളകിനും ഏലത്തിനും ചില അവസരങ്ങളിൽ ഉണ്ടാകുന്ന വർധന വാർത്തയിലൂടെ നാം അറിയും. പക്ഷേ ബാക്കി എല്ലായ്പ്പോഴും വിലയിടുന്നതും കാലാവസ്ഥ വ്യതിയാനത്താൽ വൻ നഷ്ടം വരുന്നതും കർഷകൻ മാത്രം അറിയും. ക്ഷമയുടെ നെല്ലിപ്പലക കണ്ട കർഷകരുടെ ഡൽഹി സമരം ഒഴിച്ചാൽ കർഷകർ രാജ്യത്തൊരിടത്തും പരിധിക്കപ്പുറം പ്രതിഷേധിക്കാറില്ല. ഇത് സർക്കാരുകൾക്കറിയാം. എല്ലായിടത്തും പൊരുതി തോറ്റിട്ടും ഞങ്ങളുടെ തീന്മേശയിൽ അന്നമെത്തിക്കുന്ന കർഷകരെ ഉണ്ണുന്ന ചോറിന് മാപ്പ്. ന്യൂസ് ടൈം ആരംഭിക്കാം. ആദ്യം തലക്കെട്ടുകൾ. മട്ടുപ്പാവിൽ ചെണ്ടുമല്ലി വസന്തമൊരുക്കി 5ാം ക്ലാസ്സുകാരൻ ഗൗതം ശിവ. 120 ചെണ്ടുമല്ലി തൈകൾ വളർത്തി ശ്രദ്ധേയനാവുകയാണ് ഈ കുട്ടി കർഷകൻ. മലയോര ഹൈവേ നിർമ്മാണ സാമഗ്രികൾ മോഷ്ടിച്ച കേസിൽ കാപ്പ പ്രതി ഉൾപ്പെടെ 3 പേർ പിടിയിൽ. അതിരപ്പള്ളി വൈശ്ശേരി മേഖലയിൽ നിന്നാണ് മോഷണം പോയത്. കൊടുങ്ങല്ലൂർ ലൈറ്റ് ഹൌസ് മേഖലയിൽ മദ്യവിൽപ്പന നടത്തിയയാളെ എക്സൈസ് സംഘം പിടികൂടി. അഴീക്കോട് തേവാലിൽ വീട്ടിൽ പീതാംബരന്റെ മകൻ സ്മിജു ആണ് പിടിയിലായത്. വാർത്തകൾ വിശദമായി. ആദ്യം ഒരു കുട്ടിക്കർഷകനെ പരിചയപ്പെടാം. മട്ടുപ്പാവിൽ ചെണ്ടുമല്ലി വസന്തമൊരുക്കി 5ാം ക്ലാസ്സുകാരൻ ഗൗതം ശിവ. 120 ചെണ്ടുമല്ലി തൈകൾ വളർത്തി ശ്രദ്ധേയനാവുകയാണ് ഈ കുട്ടിക്കർഷകൻ. പരിമിതമായ സ്ഥലത്തും ജൈവരീതിയിൽ മികച്ച കൃഷി സാധ്യമാണെന്ന സന്ദേശമാണ് ഗൗതത്തിന്റെ പൂക്കൃഷി നൽകുന്നത്. വീടിന്റെ മട്ടുപ്പാവിൽ ചെണ്ടുമല്ലി പൂക്കൾ വിരിച്ച് ശ്രദ്ധേയനാവുകയാണ് 5ാം ക്ലാസ് വിദ്യാർത്ഥി ഗൗതം ശിവ. ചന്ദ്രാപിന്നി ഈസ്റ്റ് മാങ്കര വീട്ടിൽ സുജിത്ത് സ്റ്റഫി ദമ്പതികളുടെ മകനായ ഗൗതം കൃഷിയോടുള്ള താൽപര്യത്തിലൂടെയാണ് വേറിട്ട മാതൃകയാകുന്നത്. ചന്ദ്രാപിന്നി SN വിദ്യാഭവൻ സ്കൂളിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥിയായ ഗൗതം കഴിഞ്ഞ 2 വർഷമായി കൃഷിയിൽ സജീവമാണ്. വിവിധയിനം പച്ചക്കറികൾ കൃഷി ചെയ്തുകൊണ്ടായിരുന്നു കുട്ടിക്കർഷകന്റെ തുടക്കം. പിന്നീട് പൂക്കൃഷിയിലേക്കും ശ്രദ്ധ തിരിച്ചു. ഗൗതത്തിന്റെ കൃഷിയോടുള്ള താൽപര്യത്തിന് പിന്നിലെ പ്രധാന പ്രചോദനം അമ്മൂമ്മയും മികച്ച ജൈവ കർഷകയുമായ ഷീജ ഗുരുവായൂരാണ്. അമ്മൂമ്മയിൽ നിന്ന് കൃഷിയുടെ വിവിധ രീതികൾ മനസ്സിലാക്കിയ ഗൗതം പഠനത്തോടൊപ്പം കൃഷിയെയും ജീവിതത്തിന്റെ ഭാഗമാക്കി. മട്ടുപ്പാവിൽ ചെടിച്ചട്ടികളിലായി 120 ചെണ്ടുമല്ലി തൈകളാണ് ഗൗതം നട്ടുവളർത്തിയത്. പരിമിതമായ സ്ഥലത്തും ശാസ്ത്രീയമായും ജൈവരീതിയിലും കൃഷി ചെയ്യാമെന്ന സന്ദേശമാണ് ഈ കുട്ടിക്കർഷകന്റെ പൂക്കൃഷി നൽകുന്നത്. സ്വന്തം അധ്വാനത്തിൽ വളർത്തിയ ചെണ്ടുമല്ലിയുടെ വിളവെടുപ്പ് ഗൗതത്തിന് ഏറെ സന്തോഷം പകരുന്നതായി. ഇതിനെനിക്ക് ചെയ്യാൻ തയ്യും വിത്തൊക്കെ തന്നെ നല്ല മീണ്, പിന്നെ ഹെൽപ്പ് ചെയ്യാനൊക്കെ അമ്മയും വരും. കൃഷി കുറേ കാലമായി ചെയ്ത് എനിക്ക് സ്ക്രീൻ ടൈമൊക്കെ കൂടിയപ്പോൾ എൻ്റെ നല്ലമ്മ വിത്തും പിന്നെ തയ്യൊക്കെ തന്നു. അതൊക്കെ നട്ട് വളർത്തി വലുതായപ്പോൾ കൂടുതൽ ഇൻട്രസ്റ്റ് ആയി ഇതിലേക്ക്. അപ്പോൾ അങ്ങനെ ചെയ്തു. പിന്നെ ഇത് കുറേ ചെയ്ത് നല്ലമ്മ കുറേ തയ്യും വിത്തൊക്കെ എനിക്ക് തരും. അപ്പോൾ ഇതൊക്കെ ഞാൻ ഇവിടെ വന്ന് മുളപ്പിക്കും. പിന്നെ ഇതിനെനിക്ക് കുറേ തയ്യൊക്കെ നല്ലമ്മ തന്നു. രാവിലെ നടന്ന ചടങ്ങിൽ KK വത്സരാജ് MLA ചെണ്ടുമല്ലി വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബൈന പ്രദീപ്, നാട്ടിക റൂറൽ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് VK ജ്യോതി പ്രകാശ്, വാർഡ് മെമ്പർ സജിത അഷ്റഫ്, കൃഷി ഓഫീസർ KA മേഘ തുടങ്ങിയവർ പങ്കെടുത്തു. മീഡിയ ടൈം, കയ്പമംഗലം. ചന്ദ്രാപിന്നിയിൽ ഓണക്കിറ്റ് വിതരണവും വിദ്യാഭ്യാസ അവാർഡ് ദാനവും. വെളമ്പത്ത് ശ്രീഭഗവതി വിഷ്ണുമായ ക്ഷേത്രത്തിന്റെയും വെളമ്പത്ത് കുടുംബസ്നേഹ കൂട്ടായ്മയുടെയും സംയുക്താഭിമുഖ്യത്തിലായിരുന്നു പരിപാടി. 500ഓളം നിർധന കുടുംബങ്ങൾക്ക് ഓണക്കിറ്റുകൾ വിതരണം ചെയ്തു. ചന്ദ്രാപിന്നി വെളമ്പത്ത് ശ്രീ ഭഗവതി വിഷ്ണുമായ ക്ഷേത്രത്തിന്റെയും വെളമ്പത്ത് കുടുംബസ്നേഹ കൂട്ടായ്മയുടെയും സംയുക്താഭിമുഖ്യത്തിൽ ഓണക്കിറ്റ് വിതരണവും വിദ്യാഭ്യാസ അവാർഡ് ദാനവും നടത്തി. KK വത്സരാജ് MLA ഉദ്ഘാടനം ചെയ്തു. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു പ്രവർത്തനത്തിലേക്ക് ഈ കുടുംബ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നടക്കുന്നത് എന്ന് ഞാൻ അവിടെ ഇരിക്കുമ്പോൾ സൂചിപ്പിക്കുകയുണ്ടായി. തീർച്ചയായിട്ടും അതിൻ്റെയൊക്കെ ഒരു ആരംഭ പ്രവർത്തനത്തിന്റെ പരിഭ്രാന്തിയൊക്കെ ഈ സംഘാടനത്തിലും കാണുന്നുണ്ട്. അത് കുഴപ്പമില്ല. തുടർന്ന് വരുന്ന പ്രവർത്തനങ്ങളിൽ നമുക്ക് ഇതെല്ലാം പരിഹരിച്ച് കൂടുതൽ വിപുലമായും കൂടുതൽ മെച്ചപ്പെട്ട രീതിയിലും ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകാൻ നിങ്ങളുടെ തറവാട്ട് കൂട്ടായ്മയ്ക്ക് സാധ്യമാകട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് ഈ കിറ്റ് വിതരണവും കുട്ടികളെ ആദരിക്കുന്ന ചടങ്ങും ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് എന്റെ വാക്കിൽ തിരിക്കുന്നു. നന്ദി, നമസ്കാരം. വെളമ്പത്ത് ഭഗവതി വിഷ്ണുമായ ക്ഷേത്രം പ്രസിഡന്റ് പ്രവീൺ വെളമ്പത്ത് അധ്യക്ഷത വഹിച്ചു.
എടത്തിരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് ബൈന പ്രദീപ് മുഖ്യാതിഥിയായി. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു. എടത്തിരുത്തി പഞ്ചായത്തിലെ കിടപ്പ് രോഗികൾ ഉൾപ്പെടെ 500ഓളം നിർധന കുടുംബങ്ങൾക്കാണ് ഓണക്കിറ്റുകൾ വിതരണം ചെയ്തത്. ക്ഷേത്രം സെക്രട്ടറി ശങ്കരൻ, രക്ഷാധികാരി നാരായണൻ, കോർഡിനേറ്റർമാരായ മംഗളാനന്ദനൻ, പ്രദീപ് കുമാർ, സന്തോഷ്, പ്രകാശൻ എന്നിവർ നേതൃത്വം നൽകി. ഓണക്കാലത്ത് അർഹരായ കുടുംബങ്ങൾക്ക് കൈത്താങ്ങാകുന്നതിനൊപ്പം വിദ്യാർത്ഥികളുടെ നേട്ടങ്ങളെ അംഗീകരിക്കുന്നതുമായി മാറി പരിപാടി. മീഡിയ ടൈം, കയ്പമംഗലം. മാള ബ്ലോക്ക് ടൗൺ സഹകരണ സംഘത്തിന്റെ സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ സമാപനവും വിവിധ ക്ഷേമ പ്രവർത്തനങ്ങളുടെ വിതരണവും നടന്നു. ആളൂരിലെ ബാങ്ക് കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടി മന്ത്രി OJ ജനീഷ് ഉദ്ഘാടനം ചെയ്തു. ഏറെക്കുറെ ഇരിങ്ങാലക്കുടയിലാണ് ഈ ബാങ്ക് സ്ഥിതി ചെയ്യുന്ന പഞ്ചായത്തും ഈ ബാങ്കിന്റെ കെട്ടിടമൊക്കെ നിലനിൽക്കുന്നതെങ്കിൽ കൂടി തത്വത്തിൽ ഇതിന്റെ പ്രവർത്തന പരിധി എൻ്റെ നിയോജകമണ്ഡലമായ കൊടുങ്ങല്ലൂരിന്റെ നേർപകുതിയിലാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇത് മാളയിൽ ദീർഘകാലം കോൺഗ്രസിന്റെ നേതാവായിരുന്ന ഏറെക്കാലത്തോളം തന്നെ നമ്മുടെ സഹകരണ മേഖലയിലേക്ക് തന്നെ പ്രവർത്തിച്ചിരുന്ന ശ്രീ ജോസ് പി കളത്തിങ്കിലേട്ടന് അദ്ദേഹത്തിൻ്റെ ഒരു സംഘടനാ പ്രവർത്തനത്തിൻ്റെ അവസാന കാലഘട്ടത്തിലാണ് അദ്ദേഹം പ്രസിഡന്റായ പ്രൊമോട്ടിംഗ് കമ്മിറ്റിയായിട്ട് ഈ സംഘം ആരംഭം കുറിക്കുന്നത്. ബാങ്ക് പ്രസിഡന്റ് അയ്യപ്പൻ അങ്കാരത്ത് അധ്യക്ഷത വഹിച്ചു. ഇരിങ്ങാലക്കുട MLA തോമസ് ഉണ്ണിയാടൻ ചികിത്സാ സഹായ വിതരണവും ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ് വിദ്യാഭ്യാസ അവാർഡ് വിതരണവും നിർവഹിച്ചു. സ്ഥാപക അംഗങ്ങളെ തൃശൂർ ജോയിന്റ് രജിസ്ട്രാർ P. രാമചന്ദ്രൻ ആദരിച്ചു. സീനിയർ സ്ഥാപക ഭരണസമിതി അംഗങ്ങളെ ഇരിങ്ങാലക്കുട നഗരസഭാ ചെയർമാൻ NP ജാക്സൺ ആദരിച്ചു. അംഗങ്ങളുടെ പെൻഷൻ പദ്ധതിയുടെ ഉദ്ഘാടനം KG രാമചന്ദ്രൻ നിർവഹിച്ചു. ഓണക്കിറ്റ് വിതരണം NK ജോസഫ് നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം കാവ്യ രഞ്ജിത്ത്, ആളൂർ പഞ്ചായത്ത് പ്രസിഡന്റും ബാങ്ക് വൈസ് പ്രസിഡന്റുമായ റോസിലി ഫ്രാൻസിസ്, വൈസ് പ്രസിഡന്റ് PSC ഷൺമുഖൻ, ED സാബു, ജ്യോതി ഷിംജു എന്നിവർ സംസാരിച്ചു. മലയോര ഹൈവേ നിർമ്മാണ സാമഗ്രികൾ മോഷ്ടിച്ച കേസിൽ കാപ്പ പ്രതി ഉൾപ്പെടെ 3 പേർ പിടിയിൽ. അതിരപ്പള്ളി വൈശ്ശേരി മേഖലയിൽ നിന്നാണ് നിർമ്മാണത്തിനായി എത്തിച്ച കമ്പിയും മറ്റ് സാമഗ്രികളും മോഷണം പോയത്. മലയോര ഹൈവേ നിർമ്മാണ സാമഗ്രികൾ മോഷ്ടിച്ച കേസിൽ കാപ്പ പ്രതി ഉൾപ്പെടെ 3 പേർ പിടിയിൽ. പുതുക്കാട് സ്വദേശി മിൻഡോ, വെറ്റിലപ്പാറ സ്വദേശികളായ ശരത് രാജ്, വിഷ്ണു എന്നിവരെയാണ് അതിരപ്പള്ളി പോലീസ് പിടികൂടിയത്. പുതുക്കാട് വരന്തരപ്പള്ളി പോലീസ് സ്റ്റേഷൻ പരിധികളിലായി 8ഓളം കേസുകളിൽ പ്രതിയായ മിൻഡോയെ കാപ്പ നിയമപ്രകാരം നാടുകടത്തിയിട്ടുള്ളതാണെന്നും പോലീസ് അറിയിച്ചു. മലയോര ഹൈവേയുടെ നിർമ്മാണം നടക്കുന്ന വൈശ്ശേരി മേഖലയിൽ നിന്ന് കമ്പിയും മറ്റ് നിർമ്മാണ സാമഗ്രികളും മോഷ്ടിക്കുന്നതിനിടെയാണ് പ്രതികൾ പിടിയിലായത്. നിർമ്മാണ തൊഴിലാളി മോഷണ ദൃശ്യം മൊബൈൽ ഫോണിൽ പകർത്തി പോലീസിൽ പരാതി നൽകിയതോടെയാണ് അന്വേഷണം ആരംഭിച്ചത്. തുടർന്ന് അതിരപ്പള്ളി പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് 3 പേരെയും പിടികൂടിയത്. മോഷ്ടിക്കുന്ന നിർമ്മാണ സാമഗ്രികൾ ചാലക്കുടിയിലെ അക്രക്കടയിൽ എത്തിച്ച് വിൽക്കുകയായിരുന്നു പ്രതികളുടെ രീതിയെന്ന് പോലീസ് പറയുന്നു. ലഭിക്കുന്ന പണം മദ്യപാനത്തിനായി ഉപയോഗിച്ചിരുന്നതായും പോലീസ് അറിയിച്ചു. ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം അതിരപ്പള്ളി SHO മനീഷ് പൗലോസിന്റെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം. SIമാരായ KA മാർട്ടിൻ, CD ബിജു, ബൈജു, CPOമാരായ രതീഷ്, രഞ്ജിത്ത് ലാൽ, വിനോ എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു. മീഡിയ ടൈം, ചാലക്കുടി. കൊടുങ്ങല്ലൂർ ലൈറ്റ് ഹൗസ് മേഖലയിൽ മദ്യവിൽപ്പന നടത്തിയയാളെ എക്സൈസ് സംഘം പിടികൂടി. അഴീക്കോട് വില്ലേജിലെ ലൈറ്റ് ഹൗസ് ദേശത്ത് തേവാലിൽ വീട്ടിൽ പീതാംബരന്റെ മകൻ സ്മിജു ആണ് പിടിയിലായത്. സ്മിജുവിന്റെ ഫോൺ പരിശോധിച്ചതിൽ മദ്യവിൽപ്പനയുമായി ബന്ധപ്പെട്ട ലക്ഷക്കണക്കിന് രൂപയുടെ ഇടപാടുകൾ നടന്നതായി എക്സൈസ് കണ്ടെത്തി. കൊടുങ്ങല്ലൂർ കോടതിയിൽ ഹാജരാക്കിയ സ്മിജുവിനെ റിമാൻഡ് ചെയ്തു. പുല്ലൂറ്റ് സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ വിവിധ വ്യക്തികളുടെ പേരിൽ ഏർപ്പെടുത്തിയിട്ടുള്ള വിദ്യാഭ്യാസ എൻഡോമെന്റുകളുടെയും ചികിത്സാ ധനസഹായത്തിന്റെയും വിതരണവും ആദരം 2026 സമ്മേളനവും സംഘടിപ്പിച്ചു. പുല്ലൂറ്റ് NSS ഹാളിൽ നടന്ന സമ്മേളനം മന്ത്രി അഡ്വക്കേറ്റ് OJ ജനീഷ് ഉദ്ഘാടനം ചെയ്തു. ഇതിന് കൂടുതൽ മോട്ടിവേഷൻ ആവശ്യമായിട്ടുള്ള അവരെല്ലാം സെൽഫ് മോട്ടിവേറ്റഡാണ്. അവരെല്ലാം നമുക്ക് മോട്ടിവേഷൻ പറയാനുള്ള രീതിയിലേക്ക് അവരെല്ലാം തന്നെ വളരെ കണ്ടെത്തുള്ള ആളുകൾ തന്നെയാണ്. വളരെ കഠിനാധ്വാനം നടത്തി അവർ വലിയ വിജയം നേടി. ആ വിജയത്തെ നാടും സമൂഹമൊക്കെ ആദരിക്കുന്ന ഒരു കാലം കൂടിയാണ്. ഒരുപാട് അവാർഡുകൾ കുട്ടികൾക്ക് കിട്ടി. ഇനിയും ഒരുപാട് അവാർഡുകൾ കിട്ടട്ടെ, ഒരുപാട് വിജയങ്ങളുണ്ടാകട്ടെ. ഇനിയും പഠിക്കാൻ വേണ്ടി കടന്നു പോകുന്ന എല്ലാ ഇടങ്ങളിലും ഉന്നത വിജയം കരസ്ഥമാക്കാൻ വേണ്ടി അവർക്ക് സാധിക്കട്ടെ എന്ന് മാത്രമാണ് ആശംസിക്കാനായിട്ടുള്ളത്. നമ്മുടെ കൊടുങ്ങല്ലൂർ നിയോജകമണ്ഡലത്തിന്റെ ഓണാഘോഷം 21-ാം തീയതി മുതൽ 25-ാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന 5 ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികളാണ് നമ്മൾ രൂപപ്പെടുത്തിയിട്ടുള്ളത്. ബഹുമാനിയായ ചെയർപേഴ്സണായ ഫിനാൻസ് കമ്മിറ്റിയുടെ ചെയർമാനാണ്.
ബാങ്ക് പ്രസിഡന്റ് KG മുരളീധരൻ അധ്യക്ഷത വഹിച്ചു. CS തിലകൻ ആമുഖ പ്രഭാഷണം നടത്തി. എൻഡോമെന്റ് വിതരണോദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ ഹണി പീതാംബരൻ നിർവഹിച്ചു. എഡ്യൂക്കേഷൻ ആക്ടിവിസ്റ്റ് രാജേഷ് നാരായണൻ മോട്ടിവേഷൻ ക്ലാസ് നയിച്ചു. കഴിഞ്ഞ 45 വർഷമായി പത്രങ്ങൾ ശേഖരിച്ച് പുസ്തക രൂപത്തിലാക്കി സംരക്ഷിച്ചു വരുന്ന ഏറാട്ടുപറമ്പിൽ അബ്ദുൽ ഖാദറിനെ സമ്മേളനത്തിൽ പ്രത്യേകം ആദരിച്ചു. TM നാസർ, കൗൺസിലർമാരായ കവിത മധു, ചൈതന്യ ബിജു, ON ജയദേവൻ, ദേശീയ അധ്യാപക അവാർഡ് ജേതാവ് PA സീതി എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. മട്ടുപ്പാവിൽ ചെണ്ടുമല്ലി വസന്തമൊരുക്കി 5ാം ക്ലാസ്സുകാരൻ ഗൗതം ശിവ. 120 ചെണ്ടുമല്ലി തൈകൾ വളർത്തി ശ്രദ്ധേയനാവുകയാണ് ഈ കുട്ടിക്കർഷകൻ. മലയോര ഹൈവേ നിർമ്മാണ സാമഗ്രികൾ മോഷ്ടിച്ച കേസിൽ കാപ്പ പ്രതി ഉൾപ്പെടെ 3 പേർ പിടിയിൽ. അതിരപ്പള്ളി വൈശ്ശേരി മേഖലയിൽ നിന്നാണ് മോഷണം പോയത്. കൊടുങ്ങല്ലൂർ ലൈറ്റ് ഹൌസ് മേഖലയിൽ മദ്യവിൽപ്പന നടത്തിയയാളെ എക്സൈസ് സംഘം പിടികൂടി. അഴീക്കോട് തേവാലിൽ വീട്ടിൽ പീതാംബരന്റെ മകൻ സ്മിജു ആണ് പിടിയിലായത്. ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.